ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണം അത് പൂർണ്ണമായും അമേരിക്കയുടെ അറിവോടെയും പിന്തുണയോടെയും കൂടി തന്നെയായിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല എന്ന് ഇപ്പൊ മാർക്ക് റൂബിയോ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പിന്തുണ കൂടാതെ, അമേരിക്കയുടെ അറിവ് കൂടാതെ, അമേരിക്ക അറിയിക്കാതെ, അവരുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കൺസെന്റ് കിട്ടാതെ, ഒരു അപ്രൂവൽ കിട്ടാതെ ഒരിക്കലും ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം വരുന്നത് ഇതിനു മുമ്പ് നടത്തിയ ആ ഒരു ചർച്ചയെ കുറിച്ചുള്ള പ്രസ്താവനകൾ. ഇപ്പോ നമുക്ക് കാണുന്നത് ഈ പൊളിറ്റിക്സിന്റെ ഒരു ചതി അങ്ങനെയല്ല, ഒരു ചതിയിൽ ബേസ്ഡുള്ള, വഞ്ചനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഇപ്പോ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കത് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ അൺപ്രഡിക്റ്റബിലിറ്റിനെ കുറിച്ച്, ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും പല അർത്ഥത്തിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ തങ്ങൾക്കും ഇസ്രായേലിനും അനുകൂലമാക്കുന്നതിന് പലതരത്തിലുള്ള കളികളും, അത് എല്ലാത്തരം എത്തിക്സും എല്ലാത്തരം മൊറാലിറ്റിയും യുദ്ധത്തിലൊക്കെ പാലിക്കേണ്ട അന്താരാഷ്ട്ര മര്യാദകളൊക്കെ തന്നെ അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെയോ, അവർ ചർച്ചയ്ക്ക് സന്നദ്ധമാണോ അല്ലയോ, അല്ലെങ്കിൽ അവർക്ക് ഡിപ്ലോമസി വഴി ഏതെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ, ഇതൊക്കെ മാറ്റിവെച്ച് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അതുപോലെ തന്നെ മയപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തി പിന്നിലൂടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നടപടിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ലോക രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം അവസ്ഥകൾ അപൂർവമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും അർത്ഥത്തിൽ പലതരത്തിലുള്ള മറകൾ ഇട്ടുകൊണ്ട് ഒരു യുണൈറ്റഡ് നേഷനോ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ആണവ ഏജൻസിയോ അവരുടെയൊക്കെ ഒരു മറയിലൂടെയാണ് ഇതുവരെ കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നെങ്കിൽ ഇപ്പോ ഇത്തരം മറകളൊക്കെ മാറി ഓരോരുത്തരും അവരുടേതായ പല രാഷ്ട്രീയക്കാരുടെ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങൾ, അതിനൊക്കെ മുൻനിർത്തിയിട്ടുള്ള ഒരു നിലപാടുകളിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് അമേരിക്കയുടെ അറിവോടെ അല്ല നടത്തിയത് എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അസാമാന്യമായ അജ്ഞത വേണ്ടി വരും, അല്ലെങ്കിൽ കോമൺ സെൻസ് മാറ്റി വെക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഇത് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ അറിവോടെയും ആശീർവാദത്തോടെയും. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കൂ, ഇപ്പൊ രണ്ടാമത്തെ പ്രസ്താവന അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് വരുന്നത് എന്താണ്? ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ സപ്പോർട്ട് കൊടുക്കും. അപ്പോ അറിവോടെ അല്ല ആക്രമിച്ചതെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അപ്രൂവൽ ഇല്ലാതെയാണ് ഇസ്രായേൽ ആക്രമിച്ചെങ്കിൽ ആ പറയുന്ന പ്രസ്താവനയ്ക്ക് ഒരു വാലിഡിറ്റി ഇല്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ഇതൊക്കെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞുകൊണ്ടും പരസ്പരമുള്ള ഒരു ധാരണയുടെയും ഒക്കെ പുറത്തു തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെ ഡെവലപ്പ് ആകുന്നു എന്നത് വളരെ ആശങ്കയോടെയാണ്. അത് തന്നെയാണ് വലിയ ആശങ്ക ഉയർത്തുന്ന ചോദ്യം. ഇത് ഇനി ഏത് രീതിയിൽ ഡെവലപ്പ് ആകും? സംഘർഷം രൂക്ഷമാകുമോ? പശ്ചിമേഷ്യ ഒന്നാകെ ഭയക്കുന്നത് പോലെയുള്ള വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് തന്നെയാണ് ചോദ്യം.